ഹായ് എവ്രിവൺ, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. ഇന്നത്തെ റെസിപ്പി ഒരു ഈസി ചിക്കൻ കറിയാണ്. അതിനായിട്ട് നമ്മൾക്ക് വേണ്ടത് 1.5 കിലോ ചിക്കൻ കഴുകി വൃത്തിയാക്കി വെച്ചിരിക്കുന്നത്, ഒരു 3 സവാള, പിന്നെ തക്കാളി, ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക്, കരിവേപ്പില, മല്ലിയില, തൊണ്ടൻ മുളക്. നമുക്ക് ആദ്യം മിക്സറിൻ്റെ ജാർ എടുത്തിട്ട് ഇഞ്ചി വെളുത്തുള്ളി ചതയ്ക്കാം. അതിനായിട്ട് വെളുത്തുള്ളി, ഇഞ്ചി, ഒരു 3 പച്ചമുളക്, ഇതെല്ലാം കൂടിയിട്ട് നല്ലൊരു പേസ്റ്റാക്കി എടുക്കാം. ഇനി നമുക്ക് കറി ഉണ്ടാക്കാൻ തുടങ്ങിയാലോ. അത് നമ്മൾ പാൻ അടുപ്പത്തോട്ട് വെച്ച് പാൻ ചൂടായി കഴിയുമ്പോഴത്തേക്ക് ഒരു 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ആഡ് ചെയ്ത് കൊടുക്കാം. നിങ്ങൾക്ക് സൺഫ്ലവർ വേണമെങ്കിലും യൂസ് ചെയ്യാം. ഇതിലേക്ക് പട്ട, ഗ്രാമ്പു, ഏലക്ക ഇട്ട് കൊടുക്കാം. അതിനുശേഷം നമ്മൾ അരിഞ്ഞ് വെച്ചിരിക്കുന്ന സവാള ആഡ് ചെയ്ത് കൊടുക്കാം. ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ഇട്ട് കൊടുക്കാം. ഈ സമയം ഉപ്പ് ചേർത്ത് കഴിഞ്ഞാൽ സവാള പെട്ടെന്ന് വഴണ്ടി കിട്ടാൻ ഹെൽപ്പ് ചെയ്യും. അങ്ങനെ ഒന്ന് വാടി വന്ന് തുടങ്ങുമ്പോഴത്തേക്കും നമ്മൾ അരിഞ്ഞ് വെച്ചിരിക്കുന്ന തക്കാളിയും തൊണ്ടൻ മുളകും ഇതിൻ്റെ കൂടെ ആഡ് ചെയ്തിട്ട് ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം അടച്ചു വെച്ച് കൊടുക്കാം. അതിനുശേഷം നമ്മൾ തുറന്ന് ഒന്നും കൂടി നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. നന്നായി ഒന്ന് മിക്സ് ചെയ്തോളൂ. എന്നിട്ട് അടച്ചു വെക്കാം. ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് ഇളക്കി കൊടുക്കുക, അല്ലെങ്കിൽ അടിയിൽ പിടിക്കാനുള്ള ചാൻസ് ഉണ്ട്. നമ്മളെ ഉള്ളിയൊക്കെ നല്ലതുപോലെ വഴണ്ടി വരണം. ഇല്ലാന്നുണ്ടെങ്കിൽ നമ്മുടെ കറിയിൽ ഈ ഉള്ളി ഇങ്ങനെ മേളിൽ പൊങ്ങി നിൽക്കും. അങ്ങനെ ഉള്ളിയൊക്കെ ഏകദേശം ഒന്ന് വാടി വന്നിട്ടുണ്ട്. ഈ ഒരു പരുവാകുമ്പോഴത്തേക്കും നമുക്കിതിലേക്ക് നമ്മൾ ചതച്ച് വെച്ചിരിക്കുന്ന ഇഞ്ചി വെളുത്തുള്ളിയുടെ പേസ്റ്റ് ഇട്ട് കൊടുക്കാം. ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളകിൻ്റെ പേസ്റ്റ് ഞാൻ ഫൈനായിട്ട് അരച്ചിട്ടില്ല, ഒരു ചതച്ച പോലെയാണ് എടുത്തിട്ടുള്ളത്. എന്നിട്ട് ഇതും നല്ലപോലെ മിക്സ് ചെയ്ത് കൊടുത്തിട്ട് നമുക്കൊന്ന് അടച്ചു വെക്കാം. ഈ സമയം കൊണ്ട് നമ്മുടെ കറിക്കുള്ള മസാല റെഡിയാക്കാം. അതിനായി മുളക് പൊടി, മല്ലിപ്പൊടി, മഞ്ഞൾപ്പൊടി, പെരുംജീരകപ്പൊടി, വെള്ളം, ഞാൻ മഞ്ഞൾപ്പൊടി ഇതിൽ ആഡ് ചെയ്തിട്ടില്ല. എന്നിട്ട് ആവശ്യത്തിന് വെള്ളം ഒഴിച്ച് നല്ലപോലെ ഒരു പേസ്റ്റാക്കി എടുക്കണം. എന്നിട്ട് വീണ്ടും നമ്മൾ പാത്രം തുറന്ന് നല്ലതുപോലെ മിക്സ് ചെയ്തതിന് ശേഷം ഇതിലേക്ക് ഞാൻ നേരിട്ടിടുന്നതാണ് മഞ്ഞൾപ്പൊടി, കുരുമുളക് പൊടി, പിന്നെ നമ്മൾ അരച്ച് വെച്ചിരിക്കുന്ന നമ്മുടെ ഈ മിക്സും കൂടി ആഡ് ചെയ്തിട്ട് നല്ലതുപോലെ മിക്സ് ചെയ്ത് കൊടുക്കുക. ഇതിൻ്റെ പച്ച മണം മാറുന്നവരെ മിക്സ് ചെയ്യാം. നമ്മളിത് അടിച്ചൊഴിക്കുന്നതിൻ്റെ കാര്യം എന്താണെന്ന് വെച്ചാൽ ഇതിൻ്റെ നല്ല തിക്കായിട്ടൊരു ഗ്രേവി കിട്ടും. അതിന് വേണ്ടിയിട്ടാണ് നമ്മളങ്ങനെ അരച്ച് ഒഴിക്കുന്നത്. നിങ്ങൾക്ക് വേണമെങ്കിൽ ഡയറക്റ്റായിട്ടും ഈ അളവിൽ പൊടി ഉള്ളിയിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാവുന്നതാണ്. ഇനി ഇതിലേക്ക് ഞാൻ ആഡ് ചെയ്ത് കൊടുക്കുന്നത് നമ്മൾ കഴുകി വൃത്തിയാക്കി വെച്ചിരിക്കുന്ന ചിക്കൻ പീസസാണ്. അതും കൂടിയിട്ട് നല്ലതുപോലെ മിക്സ് ചെയ്തതിന് ശേഷം നമുക്കൊന്ന് അടച്ചു വെച്ച് കൊടുക്കാം. അടച്ചൊരു 5 മിനിറ്റ് കഴിഞ്ഞിട്ട് ഒരു 1/2 കപ്പ് വെള്ളവും കൂടി, ചൂടുവെള്ളമാണ് ഞാൻ ആഡ് ചെയ്യുന്നത്, ചൂടുവെള്ളം കൂടി ആഡ് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് നല്ലതുപോലെ മിക്സ് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് നമുക്ക് അടച്ചു വെക്കാം. ഒരല്പസമയം കഴിഞ്ഞ് ഞാൻ കുറച്ച് മല്ലിയിലയും കൂടി ഇതിൽ ആഡ് ചെയ്തിട്ട് അടച്ചു വെച്ച് കൊടുക്കുന്നുണ്ട്. നമ്മൾ ചിക്കനൊക്കെ കുക്കായി കിട്ടട്ടെ. ഇനിയും തുറന്ന് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. നമ്മൾ വെള്ളം ഒരുപാട് ഒഴിക്കരുത്, കാരണം ചിക്കനിൽ നിന്നും വെള്ളം ഊറി വരും. അങ്ങനെ വീണ്ടും ഒരു 3/4 കപ്പ് വെള്ളവും കൂടി ഒഴിച്ചതിന് ശേഷം ഞാൻ അടച്ച് വെച്ച് വേവിക്കുകയാണ്. ഇതാ നമ്മുടെ ചിക്കൻ കറി നല്ല തിളച്ച് വന്നിട്ടുണ്ട്. അങ്ങനെ നമ്മുടെ ചിക്കൻ കറി റെഡി ആയിട്ടുണ്ട്. ഈ റെസിപ്പി നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു.